നടിയെ ആക്രമിച്ച കേസിലെ കോടതിയലക്ഷ്യ ഹർജിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടൻ ദിലീപ് കോടതിയിൽ പറയാത്ത പല കാര്യങ്ങളും ചാനലുകളിൽ പറഞ്ഞു. അടച്ചിട്ട കോടതി മുറിയിലെ വാദങ്ങൾ പുറത്തേക്ക് നൽകി. ഇത്തരമൊരു സാക്ഷിയുണ്ടെങ്കിൽ ആദ്യം കോടതിയെ അറിയിക്കണമെന്നായിരുന്നു ദിലീപ് കോടതിയിൽ പറഞ്ഞത്. കോടതിയലക്ഷ്യ ഹർജികൾ ജനുവരി 12-ന് പരിഗണിക്കാൻ മാറ്റി. സജോ ദേവസ്യ നൽകും വിശദാംശങ്ങൾ. സജോ, ഈ കോടതിയലക്ഷ്യ ഹർജികൾ ഇന്ന് വന്നു. ഇതിലാണ് ഇപ്പോൾ ദിലീപ് ഇങ്ങനെയൊരു വാദം അല്ലെങ്കിൽ ഇങ്ങനെയൊരു കോടതിയലക്ഷ്യ ഹർജിയിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്? ഈ നടിയെ ആക്രമിച്ച കേസിലെ കോടതിയലക്ഷ്യ ഹർജികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിച്ച ഘട്ടത്തിലാണ് ദിലീപിന്റെ അഭിഭാഷകൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ ലക്ഷ്യമിട്ടുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉൾക്കൊള്ളിച്ച വാദമുഖങ്ങൾ കോടതിയിൽ നിരത്തിയത്. അതിൽ പ്രധാനമായും പറഞ്ഞത് ബാലചന്ദ്രകുമാറിനെയും സാക്ഷിയാക്കുന്നത് സംബന്ധിച്ച് ബോധ്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം സാക്ഷിയാകും, അങ്ങനെ ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാക്ഷി ഉണ്ടെങ്കിൽ അത് കോടതിയെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അത് മാധ്യമങ്ങൾ ഇന്റർവ്യൂ നൽകുന്നതിന് സാഹചര്യം ഒരുക്കുകയായിരുന്നില്ല എന്നതാണ്. അതായത് അങ്ങനെ ഒരു ഇന്റർവ്യൂ ഒരുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചു എന്ന ആരോപണവും ആണ് വാദമായി ദിലീപിന്റെ അഭിഭാഷകൻ പ്രധാനമായും ഉന്നയിച്ചത്. അതുകൂടാതെ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയതിന്, അതായത് പ്രതികരണം നൽകുന്ന വേളയിൽ കോടതിയിൽ പറയാത്ത കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് പറഞ്ഞു. എന്നാൽ ഈ കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞില്ല. അതായത് ഘടകവിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ചു. മറ്റൊന്ന്, മീഡിയ ട്രയലിന് അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതായത് ബൈജു പൗലോസിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കടുത്ത വിമർശനങ്ങൾ കോടതിയിൽ ദിലീപിന്റെ അഭിഭാഷകൻ ഉന്നയിക്കാൻ ശ്രമിക്കുകയാണ് ഈ കോടതിയലക്ഷ്യ ഹർജികളിൽ പ്രധാനമായും ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനമായി ഉന്നയിച്ച വിമർശനം എന്നത് സാക്ഷിയുടെ കാര്യത്തിലാണ്. അത് അത്തരത്തിൽ പല രൂപത്തിൽ അഭിമുഖങ്ങൾക്ക് അവസരം ഒരുക്കി അതിനുശേഷമാണ് അത് കോടതിയിലേക്ക് സാക്ഷിമൊഴിയായും മറ്റും എത്തിയത് എന്താണ് ഒരു പ്രധാനപ്പെട്ട വാദമായി ഉന്നയിക്കാൻ ശ്രമിച്ചത്. കൂടാതെ ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സിന്റെ ഭാഗമായുള്ള പല കാര്യങ്ങളും ചില വിവരങ്ങളായും തുണ്ടുകളായും മറ്റും പുറത്തേക്ക്, അതായത് സമ്പൂർണ്ണമല്ലാതെ അപൂർണമായി വിവരങ്ങൾ പുറത്തേക്ക് നൽകാൻ ശ്രമിച്ചു തുടങ്ങിയ വിമർശനങ്ങളും അഭിഭാഷകൻ ഉന്നയിച്ചു. ഏതായാലും റിപ്പോർട്ടർ TV അടക്കമുള്ളവർക്കെതിരായ കോടതിയലക്ഷ്യ ഹർജികളാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി, അതായത് നടിയെ ആക്രമിച്ച കേസിൽ വിധി പറഞ്ഞ അതേ കോടതി തന്നെയാണ്. കോടതിയലക്ഷ്യ ഹർജികൾ ജനുവരി 1-ന് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. ദിലീപിന്റെ അഭിഭാഷകൻ മാത്രമാണ് ഇന്ന് വാദമുഖങ്ങൾ ഉന്നയിച്ചത്. ഇതിന്മേൽ വിശദമായ പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് തുടർന്ന് അവസരം കേസ് നീട്ടിവെക്കണമെന്ന ആവശ്യമടക്കം പ്രോസിക്യൂഷൻ ഉന്നയിച്ചു. മറ്റ് കേസുകൾ കൂടിയുള്ളതുകൊണ്ട് ഇതിന്മേലുള്ള വിശദമായ വാദം തയ്യാറാക്കുന്നതിനുൾപ്പെടെ അതുകൊണ്ട് ദിലീപിന്റെ അഭിഭാഷകൻ മാത്രമാണ് വിശദമായി കാര്യങ്ങൾ പറഞ്ഞത്. ഒപ്പം ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട മറ്റ് പല പരാമർശങ്ങളും കോടതിയിൽ അഭിഭാഷകൻ പ്രധാനമായും ഉന്നയിക്കാൻ ശ്രമിച്ചു. അതായത് 8ാം പ്രതിക്കെതിരായി ആസൂത്രിതമായ ശ്രമങ്ങളാണ് നടന്നത് തുടങ്ങിയ വാദങ്ങൾ ഉന്നയിക്കാനാണ് ശ്രമിച്ചത്. ആ ഘട്ടത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിനെതിരായ രൂക്ഷമായ വിമർശനങ്ങൾ ഉൾക്കൊള്ളിച്ച വാദമുഖങ്ങൾ ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത്. ഓക്കെ, ഇന്നിപ്പോൾ കോടതിയലക്ഷ്യ ഹർജികൾ വന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു വാദം ഉന്നയിച്ചിരിക്കുന്നത്. ദിലീപിന്റെ അഭിഭാഷകൻ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയാണ് കോടതിയിൽ പറയാത്ത പല കാര്യങ്ങളും ചാനലിൽ പറഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്.